ഹായ് ഗൈസ്, സുധീഷ് ഗുരുവായൂരാണ്. ഇവിടെ ഷാർജയിൽ നിന്ന് നമ്മുടെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആ മാനം നോക്കിയാൽ എന്ത് രസമാണ് കാണാൻ. നോക്കിയേ, ഈ കാലത്ത് തന്നെ അടിപൊളിയല്ലേ. നേരം എടുത്താലുണ്ടല്ലോ ആദ്യം എത്ര പണിയെന്ന് വെച്ചാൽ ഇതാ ഒരു കട്ടനാടിയും അതിനുശേഷം നേരെ പോണത് നമ്മുടെ കിളിക്കുട്ടിമാരെടുക്കുക. അവർ കാത്തിരിക്കുകയാണ് നമ്മുടെ ഭക്ഷണം ഫുഡിന് വേണ്ടിയിട്ടാ. അവർ കാത്തിരിക്കുന്നുണ്ടാവും നമ്മളെ. എന്താണ് ഒരാളെ എല്ലാവരും പിന്നെ നടക്കാനൊക്കെ ഓടാനൊക്കെ പോളോ ആദ്യം ഞങ്ങൾ ഈ പോകുന്ന വഴിയിൽ നമ്മുടെ ഈ ചുരക്കൊക്കെ ഉണ്ടല്ലോ, അമ്മമാരെ കൊണ്ട് നിന്ന് തല ഓടിയിട്ടൊക്കെ ചിലപ്പോൾ പോവാം. കാരണം ഒന്ന് വളർന്നുകൊണ്ടിരിക്കണല്ലോ. കണ്ട ഇതാണ് ഈ കൂട് എന്ന് പറയുന്നത്, നമ്മുടെ കിളിക്കൂട്. ഇത് നമ്മൾ 2 മാസമായിട്ട് ഇങ്ങോട്ട് മാറിയപ്പോൾ ഉണ്ടാക്കിയുള്ള കൂടാണ്. തട്ടിക്കൂട്ടി കൂടാണ്. പക്ഷെ എന്നാലും കാണാൻ ഈ മോഡൽ ഇങ്ങനത്തെ ഒരു മോഡലാക്കണം ചില ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയാണ് ഈ കൂര പോലെ. നമ്മൾ ഇത് 2 മാസമായിട്ടുള്ളതെന്ന് പറഞ്ഞില്ല ഇങ്ങോട്ട് മാറ്റിയിട്ട്. അപ്പോൾ കിളികൾ ഇണങ്ങിയിട്ട് വരണേ ഉള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമൊക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് ഇവർക്ക്. സാധാരണയായിട്ട് കിളികളൊക്കെ എനിക്ക് തോന്നുന്നു സെപ്പറേറ്റ് ഇടാറുണ്ട്. കോക്ടെയിൽ ഇഞ്ചസ് ഒക്കെ സെപ്പറേറ്റ് ഒക്കെ തോന്നുന്നു. പക്ഷെ എനിക്ക് പിന്നെ അത്ര കിലോ നോളജ് ഒന്നുമില്ല. പക്ഷേ സ്നേഹമുള്ള ആൾക്കാരാട്ടോ ഇവർ കിളികൾ. അപ്പോൾ അത് വന്ന് ഒരു ഫ്രഷ്നെസ് അല്ലേ. ഒന്ന് കാലത്തൊക്കെ വന്ന് അവർക്ക് ഫുഡൊക്കെ കൊടുക്കുക, തീറ്റയൊക്കെ കൊടുത്ത് വരുമ്പോൾ അങ്ങനെ കൊടുത്തിട്ട് സൈറ്റുകളിലൊക്കെ ഇറങ്ങുമ്പോൾ മനസ്സിനൊരു വല്ലാത്തൊരു സുഖമാണ് സത്യം പറയാല്ലേ. ആ ദിവസത്തെ ഒരു ഉന്മേഷം, എന്താ പറയുക, ഒരു സന്തോഷം എന്ന് പറയുക, സംതൃപ്തിയൊക്കെ പറയല്ലേ. അതല്ലെങ്കിൽ കൊടുക്കാൻ വിട്ടു പോവുക അതൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ്. ദുബായിലൊക്കെ പോയി സൈറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ആകെ കൂടി വിഷമമാണ്. ചിലപ്പോൾ അവർക്ക് വിശക്കണുണ്ടാവില്ല, തീറ്റ കുറച്ച് കൂടുതലിട്ട് കൊടുക്കാറുണ്ടല്ലോ ദിവസം. പക്ഷെ ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. എന്തായാലും ഇവർക്ക് ഒരു സന്തോഷമല്ലേ നമ്മുടെയും സന്തോഷം എന്ന് പറയുന്നത് അല്ലേ. ഇതിലെ കിളികളുണ്ടല്ലോ, ഇത് കണ്ടോ. ഞങ്ങളതിൽ ഈ കോക്ടെയിൽ തന്നെ എനിക്ക് വേണ്ടത് 4-5 കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ കൂടുണ്ടാക്കിയ സമയത്ത് ഇടയിൽ ചെറിയൊരു ഹോളുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് കുറേ എലികൾ വന്നിട്ട് എലി വെച്ചാൽ 1-2 അറിയില്ല, അവന്മാർ വന്നിട്ട് ഈ 3-4 ഒന്ന് പിടിച്ച് തിന്നു. പിന്നെ ഭയങ്കര സങ്കടമായി കേട്ടപ്പോൾ. നമ്മുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു തെറ്റ് കൂടെ പറ്റിയാണല്ലോ. പണിക്കാർ എന്താ ചെയ്ത സൈഡിൽ ഒരു ഹോള് അടയ്ക്കാൻ വിട്ടുപോയി, നെറ്റ് വയ്ക്കാൻ പറ്റും. അങ്ങനെയായിട്ട് ഇപ്പോൾ സെറ്റായി, ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ധൈര്യമായിട്ട് ഒരു നല്ല അടിപൊളി കൂടാണ് സെറ്റാക്കിയിരിക്കുകയാണ്. എല്ലാ ഹോളുകളും എല്ലാ സൈഡൊക്കെ നോക്കിയിട്ട് തന്നെ ഒന്നുകൂടി ഞാൻ ക്ലിയർ ഇട്ടത്. സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ കാലത്തുള്ള നേരം വിളക്കുമ്പോഴുള്ള ആക്ടിവിറ്റീസ്. അപ്പോൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കാണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം ഡ്യൂട്ടിക്കൊക്കെ പോകാനായിട്ട്, സൈറ്റുകളിൽ പോകാനായിട്ട്. ഇത് കണ്ടോ ഊഞ്ഞാലിട്ടത്. ഇതിൻ്റെ ഒരു വിശേഷങ്ങൾ പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര രസമാണത്. ഇങ്ങനെ ഒരു ഊഞ്ഞാൽ ഇടാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായില്ല. ഒരു ട്രൈ ചെയ്തതാണ്. ബാക്കി വിശേഷം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ കൊച്ചു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ഷാർജയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ സുധീഷ് ഗുരുവായൂരാണ്. ബൈ.